ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തണം കേട്ടോ, എന്നാലാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് എന്നും കിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നത്. നൂൽപുട്ടും ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ടുള്ള ഗ്രീൻ പീസൊക്കെ തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായി കുതിർന്ന് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ ആയപ്പോഴേക്കും. അപ്പം ഞാൻ നേരെ അതെടുത്ത് കുക്കറിലേക്ക് ഇട്ടു. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു സബോളയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു സബോള, ഒരു തക്കാളി, ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ടാണ് വേവിച്ചെടുക്കാമെന്ന് കരുതി. പിന്നെ പൊട്ടറ്റോസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ആഡ് ചെയ്യാൻ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പൊട്ടറ്റോസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യാറ്. എല്ലാം കൂടെ ഇട്ട് ഒറ്റയടി അടിച്ചിട്ട് ജസ്റ്റ് തൂമിക്കുക, അതാണ് കേട്ടോ ചെയ്യാറ്. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. അപ്പം ഞാനിത് പൊട്ടറ്റോസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ അടുപ്പിലേക്ക് വെച്ച് വേവിക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് വേവിച്ചെടുത്തിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് നൂൽപുട്ട് ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കാൻ പൊടി വാട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ പൊടി വാട്ടിയിട്ടാണ് ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ അത് അതിനാവശ്യമുള്ള പൊടി എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഞാൻ പൊടിയൊക്കെ ഇവിടെ വേഗം വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ച സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട്, എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഞാനെങ്കിലും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പത്തിരിക്ക് വാട്ടുന്നതിനേക്കാളും ഒന്നും കൂടെ അളവിലാണ് നമ്മൾ എന്തെങ്കിലും നൂൽപുട്ടിന് വേണ്ടി വാട്ടാല്. അപ്പോൾ നമുക്കത് തിരിച്ചെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും കേട്ടോ. എനിക്കൊരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചായക്കടിയാണ് കേട്ടോ നൂൽപുട്ട്. എനിക്ക് ഭയങ്കര ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളൊരു കടിയാണ് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ പൊടിയൊക്കെ കുഴച്ചെടുക്കൽ. നന്നായിട്ട് കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യും, എന്നിട്ടാണ് ഞങ്ങൾ അവിടെ ഇട്ടിട്ട് തന്നെയാണ് പൊടി കുഴച്ചെടുക്കുക. അപ്പോൾ നല്ല എളുപ്പത്തിൽ കുഴച്ചെടുക്കാൻ പറ്റുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. മറ്റു വേറെ പാത്രങ്ങളിലൊക്കെ ഉണ്ടെക്കാളും അവിടെ ഇട്ട് ചെയ്യുമ്പോൾ നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ തോന്നുന്നു. നമ്മൾ അത്ര ഹൈജീനിക്കായി അത്ര ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ, തുടച്ച് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാറ് കേട്ടോ. അപ്പോൾ നമ്മൾ പൊടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് നമ്മൾ നൂൽപുട്ടിൻ്റെ അച്ചിലേക്ക് ഇട്ടിട്ട് ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുത്തു കേട്ടോ. വളരെ കുറച്ച് മാത്രം, ജസ്റ്റ് എളുപ്പം അത് വെന്ത് കഴിഞ്ഞിട്ട് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ നൂൽപൊട്ടൊക്കെ ചുറ്റിയിട്ട് വേവിക്കാൻ വെച്ച്. ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ കടലൊരു 8 വിസിലൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കടല കുറച്ച് വേഗം പണിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 8 വിസിലൊക്കെ ഞാൻ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കടുക് വറുത്തു. ഇത് സാപ്പത്തിന് ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ചിരകിയിട്ട് തേങ്ങാപ്പാലിനുള്ള പരിപാടിക്കും കടന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നൂൽപുട്ടൊക്കെ ഇവിടെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയി കഴിഞ്ഞാൽ വേഗം ഞാൻ എന്തെങ്കിലും വെച്ചാൽ ഒരു ടേബിളുമ്പോൾ കൊണ്ടുപോയി മൂടി വെക്കലാണ് കേട്ടോ. എന്നിട്ട് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു. ഇനി പിന്നെ എൻ്റെ രാവിലത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിക്കാണ് കേട്ടോ നിൽക്കല്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുപ്പും തറൊക്കെ തുടച്ച് ചോറ് തീ പൊട്ടുന്ന പരിപാടിയൊക്കെ അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യൽ, മുറ്റടിക്കലൊക്കെ അതിന് ശേഷമാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ തന്നെ ഞാൻ നേരെ അടുക്കള ക്ലീൻ ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു ഫസ്റ്റ് എൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. പുറത്തത്തെ പണികളൊക്കെ മാക്സിമം വേഗം തീർക്കാൻ നോക്കും, മോളെണിക്കുമ്പോഴത്തേനും തീർക്കാൻ നോക്കും. പിന്നെ അകത്തുനിന്ന് പണി വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാനത് പതുക്കെ റൂമിലേക്ക് പോകാൻ കേട്ടോ. പോയേക്കുമ്പോൾ ആൾ നല്ല ഉറക്കത്തിലാണ്. എന്നാലും പതുക്കെ ലൈറ്റൊക്കെ ഇട്ട് നിങ്ങൾക്ക് കാണിച്ചെന്താണ് കേട്ടോ. എന്നിട്ട് അതുപോലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഞാനതാ പതുക്കെ ഡ്രസ്സ് വാഷ് ചെയ്യാനൊക്കെ വേണ്ടി വന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ സമയത്തൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എടുക്കാൻ. കഴിഞ്ഞ് ഞാൻ ഡ്രസ്സ് വാഷ് ചെയ്ത് വരുമ്പോഴത്തേനുണ്ടാ നമ്മളെ കുഞ്ഞിപ്പണി ഇവിടെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുറ്റടി ഏതായാലും അവിടെ കിടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഇവളെ കാര്യങ്ങളൊക്കെ നോക്കി സെറ്റായതിന് ശേഷമാണ്, ഇവളൊന്ന് ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കിയതിന് ശേഷമാണ് ഇനി ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് അവൾ മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു തലേദിവസം. അപ്പോൾ അത് കണ്ടിട്ടുള്ള സന്തോഷത്തിൽ ഓരോന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിത് ആളെ ബ്രഷ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ ആളിത് ബ്രഷൊക്കെ ചെയ്യും, ചെറുതായിട്ടൊക്കെ ചെയ്യും, എന്നാലും എൻ്റെ ഹെൽപ്പൊക്കെ വേണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് അവൾക്ക് നൂൽപുട്ട് പാലും പഞ്ചസാരയും കുടിച്ചാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. മൂപ്പർക്ക് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. കറിനേക്കാൾ കൂടുതൽ ഇങ്ങനെ കൊടുത്താലാണ് കുറച്ചെങ്കിലും കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ ഞാൻ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ജസ്റ്റ് മുറ്റെടുത്താണ് കേട്ടോ. മുറ്റ അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ എന്തായാലും കരുതി ഇനിയിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള പരിപാടി എന്തായാലും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഴിച്ചതാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ ചോറിനുള്ള പരിപാടിക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ചോറിന് തീപ്പൊട്ടി അരിക്ക് കഴുകിയിട്ടതിന് ശേഷമാണ് പിന്നെ ഞാൻ മുറ്റടിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ മുറ്റടി കഴിഞ്ഞിട്ട് നേരെ കയറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടുന്നാണ് പിന്നെ കൂടുതലൊന്നും വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ നാളെ നല്ലൊരു പുതിയ വീഡിയോ ഇട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.